ഇന്നത്തേത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പുട്ടുണ്ടാക്കാനാണ്. പുട്ടിനുള്ള പൊടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പുട്ടുണ്ടാക്കുന്നതിന് പൊടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ തലേദിവസം തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ പുട്ടുപൊടി കുഴച്ച് നനച്ച് റെഡിയാക്കി വെക്കുക, പിറ്റേ ദിവസം രാവിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര, ഈ പുട്ടുപൊടിക്കകത്തേക്ക് തന്നെ കുറച്ച് തേങ്ങാപ്പീര ചേർത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒന്നുകൂടി ഒന്ന് നനയ്ക്കണം കേട്ടോ. അപ്പോഴേക്കാണ് ആ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാവരും. അങ്ങനെ തലേദിവസം ഞാൻ നനച്ചു വെച്ച പുട്ടുപൊടിയാണ്. അതിലേക്ക് ഞാൻ രാവിലെ കുറച്ച് തേങ്ങയും ചേർത്ത് അതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് നനച്ച് റെഡിയാക്കി വെച്ച പുട്ടുപൊടിയായി കാണുന്ന കേട്ടോ. പിന്നെ അതിനാവശ്യമുള്ള തേങ്ങ, അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷെഫ് നളൻ പറഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാൻ കണ്ടായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. അതായത് പീനട്ട് ബട്ടർ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ഒരു പീനട്ട് ബട്ടർ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പീനട്ട് ബട്ടർ വെച്ചിട്ടുള്ള ഒരു പുട്ടുണ്ടാക്കാനായിട്ട് അത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ പീനട്ട് ബട്ടർ ഒക്കെ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ പുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ പുട്ടുണ്ടാക്കുന്നതിന് ഇഡ്ഡലി പാത്രത്തിനകത്ത് നമ്മുടെ ഈ തട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള നല്ലപോലെ ഇതുപോലെ നന്നായിട്ട് ആവി കയറിയതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഇതിലേക്ക് ചേർക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ച് പുട്ടുപൊടി ഇടുക ഇതിലേക്ക്. അതിനുശേഷം നമ്മുടെ ഷെഫ് നളൻ പറഞ്ഞതുപോലെ കുറച്ച് ക്രീമി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടർ ചേർക്കുക ഇതിനകത്തേക്ക്. നമ്മുടെ മക്കൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പം അമ്മമാരൊരു സർപ്രൈസ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും അതുപോലെ തന്നെ വീണ്ടും ഒരു ലെയർ പുട്ടുപൊടിയും കൂടി ചേർക്കുക. ഓക്കെ, വീണ്ടും അതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ചേർത്തിട്ട് ഇത് ഈ ഇഡ്ഡലി പാത്രത്തിനകത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ ആവി കയറ്റാൻ വെക്കുക. ഇഡ്ഡലി പാത്രത്തിനകത്ത് കൈ പൊള്ളുകയൊന്നും ചെയ്യല്ലേ, ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് ആവി കയറാൻ വെക്കുക. ഓക്കെ, ഇത് ആവി കയറട്ടെ. അപ്പം നമ്മുടെ പീനട്ട് ബട്ടർ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ. ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്, സ്റ്റീം ചെയ്ത് വന്നതായതുകൊണ്ട് നല്ല ചൂടുണ്ട്. ശ്രദ്ധിച്ചിട്ട് മാറ്റണം, കൈയൊന്നും ആരുടെയും പൊള്ളരുത് കേട്ടോ. ഓക്കെ, ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പം നല്ല ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ട് ഞാനിത് സെർവ് ചെയ്യുന്നത് ഏത്തപ്പഴം പുഴുങ്ങിയതിന്റെ കൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷെഫ് നളൻ അദ്ദേഹം പറഞ്ഞ മാതിരി പീനട്ട് ഫ്രൈ ആയിട്ടുള്ള പീനട്ട് എന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് പീനട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഗ്രീൻ പീസ് ആണ്. ഇത് ഗ്രീൻ പീസ് ഫ്രൈ ചെയ്താണ്. മസാല ഗ്രീൻ പീസ് ആണ്. മസാല ഗ്രീൻ പീസും ഇനി അതുപോലെ തന്നെ ഏത്തപ്പഴത്തിന്റെ കൂടെയാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. ഏത്തപ്പഴവും കൂടി നമുക്ക് അപ്പൊ ഇതുപോലെ ഏത്തപ്പഴവും അതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള പീനട്ട് ബട്ടർ പുട്ടും ഇതുപോലെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള മസാല കടലയോ മസാല ഗ്രീൻ പീസോ എന്തെങ്കിലും കൂടെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ ഈ ഏത്തപ്പഴം പുഴുങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡലി പാത്രത്തിന്റെ അടിയിലും ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞാൽ ഒരു 2-3 ഞുള്ളു ഉപ്പുപൊടി ഇടുക. ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഏത്തപ്പഴം കഴുകി നല്ല രണ്ട് വലിയ ഏത്തപ്പഴമാണെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്ത് ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുക. അപ്പം നമ്മൾ ആ ഉപ്പുപൊടി ഇടുന്നത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റ് ആണ് അങ്ങനെ ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുമ്പോഴേക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ പുട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പിള്ളേരാണെങ്കിൽ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് ഞാൻ ഷെഫ് നളന് അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് പറയുന്നു. ഓക്കെ, അപ്പം ശരി, എന്നാൽ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.